ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആസ്പെർ എഡ്യു ടിപ്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. നമുക്ക് എന്താണ് ലൈഫ്, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞേ. അവർ ഗ്രോ ചെയ്യും അല്ലേ, ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതേപോലെ അവർക്ക് മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട്? റെസ്പിറേഷൻ, ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ യങ് വൺസിന് ബർത്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ കുറേയധികം പ്രത്യേകതകൾ ആർക്കുണ്ട്? നമ്മുടെ ജീവനുള്ള വസ്തുക്കൾക്ക് ഉണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് പഴയ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്തേ. നമ്മൾ പഠിച്ചു സെല്ല്. എന്താ സെല്ല്? ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഓർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് ഏത്? സെല്ല്. നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അടിസ്ഥാന കണമാണ് കോശം അഥവാ സെല്ല്. ജീവൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നതും ഈ സെല്ലുകളിൽ തന്നെയാണ്. ക്ലിയർ? ഇനി നമ്മൾ ഈ സെല്ല് പഠിച്ചപ്പോൾ അതിനകത്ത് കുറേയധികം കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഗോൾഗി കോംപ്ലക്സ്, ന്യൂക്ലിയസ്, ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. ഈ ഓരോ കമ്പോണൻറ്റിനും ഓരോ സെല്ലിലും ഓരോരോ ധർമ്മങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത എന്താ? ദ പവർ ഹൗസ് ഓഫ് സെൽ. ഒരു കോശത്തിൻ്റെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്ന ആളാണ് ആര്? മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ ഉള്ളിലുള്ള ഈ സെൽ ഓർഗനൽസിലെല്ലാം തന്നെ പല പല ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ജീവൽ പ്രവർത്തനങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ കുറേയധികം ഘടകങ്ങൾ ആവശ്യമാണ്. ഈ ഘടകങ്ങളെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ ബയോമോളിക്യൂൾസ് എന്നുള്ള ടേം ഓർത്ത് വയ്ക്കുക. നമുക്ക് മുമ്പോട്ട് അങ്ങോട്ട് പഠിക്കുമ്പോൾ ആവശ്യമുള്ളൊരു ടേമാണ് ഇത്. ഇനി നമ്മളുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബയോടെക്നോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ ബയോടെക്നോളജി? ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ചില പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസസും മറ്റു കാര്യങ്ങളൊക്കെ എന്തിനകത്തെങ്കിലും ഒരു ജീവിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളിലോ ജനിതകപരമായിട്ട് ഒരു മോഡിഫിക്കേഷൻ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ ജനിതക എഞ്ചിനീയറിംഗ് എന്നുള്ള ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BT കോട്ടൺ, നമ്മൾ അതുപോലെ VT വഴുതനങ്ങ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജനിതക എഞ്ചിനീയറിംഗ് അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറൈറ്റീസാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റീസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് സയൻറ്റിഫിക് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും? പുതിയ പ്രൊഡക്റ്റ്, ഹൈലി ഈൽഡിങ് കിട്ടുന്നതായിട്ടുള്ളതും ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതുമായ ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടെക്നോളജി. ഇതാണ് ബയോടെക്നോളജി. ഓക്കെ, ഇനി നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ നോക്കാം. ദ കീ ഓഫ് ലൈഫ് ഈസ് ഇൻ ദ സേഫ് ഓഫ് സയൻസ്. ക്യാൻ ലൈഫ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി? നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്രിമമായിട്ടുണ്ടാക്കാൻ പറ്റുമോ? പറ്റും. അതിൻ്റെ പ്രൂഫ് തന്നെയാണ് എന്ത്? ഈ ബയോടെക്നോളജി. ഓക്കെ, ദിസ് ഈസ് എ ചാലഞ്ച് ദാറ്റ് സയൻസ് ഹാഡ് ടേക്കൺ അപ്പ് ലോങ് ബിഫോർ. നമ്മുടെ സയൻസ് ലോകം സ്വീകരിക്കപ്പെട്ട ഏറ്റവും വലിയൊരു ചാലഞ്ചായിരുന്നു ഈ ഒരു ചോദ്യം. And efforts toward it intensified after the first decade of 21st century. 21ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നു ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്. After continuous effort, the first artificial bacteria become a reality through genetic engineering. ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്ന് ഒടുവിൽ എന്ത് ചെയ്യുകയാണ്? ആദ്യമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഒരു ബാക്ടീരിയയെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു. ഏത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്? ജനിതക എഞ്ചിനീയറിംഗ് അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ബാക്ടീരിയയെ ഡെവലപ്പ് ചെയ്തെടുത്തു. A team of research at Cambridge artificially created E. coli bacterium that live in the intestine and soil. കേംബ്രിഡ്ജ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള റിസർച്ചേഴ്സ് എന്ത് ചെയ്യുകയാണ്? അവരുടെ ഒരു ടീം ചേർന്നിട്ട് E. coli ബാക്ടീരിയ, അപ്പോൾ നമ്മളറിയണം E. coli ബാക്ടീരിയ എവിടെ ഉള്ളതാണെന്ന്. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, കുടലിലും അതേപോലെ തന്നെ മണ്ണിലും ഒക്കെ കാണപ്പെടുന്നൊരു ബാക്ടീരിയയാണ് E. coli. ഈ E. coli ബാക്ടീരിയയാണ് കൃത്രിമമായിട്ട് ആര് ഡെവലപ്പ് ചെയ്തത്? കേംബ്രിഡ്ജിലുള്ള റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. Even though at a slow pace, the artificial bacteria can grow and divide itself.
പിന്നീട് മനസ്സിലാക്കുകയാണ് ഒരു ചെറിയ സ്ലോ പേസിൽ തന്നെ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും വിഭജിക്കപ്പെടുന്നുണ്ട്, പുതിയ പുതിയ ബാക്ടീരിയാസ് ഉണ്ടാകുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്തു, ആദ്യമായിട്ടൊരു ബാക്ടീരിയയെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ. Above is a hypothetical conversation between naturally occurring bacteria and bacteria produced in the lab. മുകളിൽ തന്നിട്ടുള്ള കോൺവെർസേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഒരു നാച്ചുറലി ഉള്ളൊരു ബാക്ടീരിയയും അതേപോലെ തന്നെ ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയയും തമ്മിലുള്ള കാര്യങ്ങളെയാണ്. The creation of artificial bacteria was an amazing breakthrough in scientific world. നമ്മുടെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഔട്ട്ബ്രേക്ക് തന്നെയായിരുന്നു നമ്മൾ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഡെവലപ്പ് ചെയ്ത ഈ ഒരു ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ. മൂവ്മെൻറ്റ്, റെസ്പോൺസ്, റെസ്പിറേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എക്സെട്ര ആർ ദി സയൻസ് ഓഫ് ലൈഫ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു വസ്തുവിന് ജീവനുണ്ട് എന്ന് പറയുമ്പോൾ എന്തെല്ലാം പെക്യുലാരിറ്റീസ് ആണുള്ളതെന്ന്. ഒന്ന്, അവയ്ക്ക് ചലിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതേപോലെ ഇപ്പം നമ്മൾ ഒരാൾ അടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യില്ലേ? സോ ജീവനുള്ള വസ്തുക്കൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? പ്രതികരിക്കാൻ, റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒപ്പം റെസ്പിറേഷൻ, ശ്വസിക്കാനുള്ള കഴിവുണ്ട്. വളരാനുള്ള കഴിവുണ്ട്. റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, യു നോ ദാറ്റ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് ഏത്? സെല്ല്. ദ കെമിക്കൽ റിയാക്ഷൻ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് മെയിൻലി ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ സെൽ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ കോശങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കുറേയധികം ജീവൽ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. ഒരുപാട് മോളിക്യൂൾസ്, തന്മാത്രകൾ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. നമ്മുടെ കോശത്തിൻ്റെ ഘടനയ്ക്കായാലും കോശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായാലും കുറേയധികം മോളിക്യൂൾസ് ആവശ്യമാണ്. These molecules are formed by various combination of elements such as carbon, hydrogen, oxygen, nitrogen, phosphorus and calcium. ഈ നമുക്കറിയാം മോളിക്യൂൾസ് പറഞ്ഞാൽ ആറ്റംസിൽ കൂടി ചേർന്നുണ്ടാകുന്നതല്ലേ മോളിക്യൂൾസ്. അപ്പം നമ്മുടെ ബോഡിയിൽ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസും മറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന്? കുറേ മോളിക്യൂൾസ് വേണമെന്ന്. ഏതൊക്കെ മോളിക്യൂൾസ് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഫോസ്ഫറസും ഇവ എല്ലാം കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾസ് എന്തിനു സഹായിക്കുമെന്നാണ് പറയുന്നത്? അത് പല കോമ്പിനേഷനിലായിട്ട് മാറുമ്പോൾ അവർ ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കും. ഒന്നുകൂടി പറയാം. The molecule are formed by various combination of elements such as carbon, hydrogen, oxygen, nitrogen, phosphorus and calcium. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചില മോളിക്യൂൾസ് ആവശ്യമാണ്. ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പല ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ പല അനുപാതത്തിൽ കൂടിച്ചേർന്ന കുറച്ച് എലമെൻറ്റ്സ്. ഇപ്പം ചിലപ്പോൾ കാർബൺ ആവാം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, ഇങ്ങനെ പല പല കമ്പോണൻറ്റ്സ് പല പല അനുപാതത്തിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾസാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക്, മെറ്റബോളിക് ആക്ടിവിറ്റീസിനായാലും അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനായാലും ഒക്കെ സഹായിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു, ബയോമോളിക്യൂൾസ് എന്ന്. ബയോമോളിക്യൂൾസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു ഇപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള എലമെൻറ്റ്സ് പല കോൺസ്റ്റൻസിൽ കൂടി ചേർന്ന് എന്താവും? മോളിക്യൂൾസ് ആകും. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ കോശത്തിൻ്റെ അല്ലെങ്കിൽ സെൽസിൻ്റെ ഉള്ളിലുള്ള പല പ്രവർത്തനങ്ങൾക്കും റിയാക്ഷൻസിനും ഒക്കെ സഹായിക്കുമെന്ന്. ഇവയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു. ഇനി അവ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണ്ടേ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, പിന്നെയോ ന്യൂക്ലിക് ആസിഡ്, അതേപോലെ ലിപ്പിഡ്സ്, ഇവരെയൊക്കെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുക. സെൻറ്റൻസ് ആക്കി നോക്കിക്കേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ദീസ് ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. നമ്മുടെ ജീവൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡും ഒക്കെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവരെ എന്തെന്ന് പറയുന്നത്?
എന്തിനാ പറയുന്നത് ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്? ബയോ എന്ന് വെച്ചാൽ തന്നെ ജീവൻ എന്നുള്ള അർത്ഥമില്ലേ? മോളിക്യൂൾസ് തന്മാത്രകൾ. ഇപ്പം ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന തരത്തിലുള്ള തന്മാത്രകളാണ് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെ തന്നെ. ഇവർ എല്ലാം തന്നെ ഫോം ചെയ്യുന്ന കോൺസ്റ്റൻസ് എങ്ങനെയാണെന്ന് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ പറയുന്ന ബയോ മോളിക്യൂൾസിൽ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സബ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, നമ്മളിപ്പോൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഇതിനകത്തെല്ലാം എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൂക്കോസ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ്, എനർജിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അതെന്തിന് എക്സാമ്പിളാണ്? കാർബോഹൈഡ്രേറ്റ് എക്സാമ്പിളാണ്. അതേപോലെ നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രക്ടോസ്, പിന്നെയോ നമ്മൾ ഷുഗർ കെയിനിൽ നിന്നൊക്കെ കിട്ടുന്ന സുക്രോസ്, പിന്നീട് സ്റ്റാർച്ച്. നമ്മൾ ചോറ് തന്നെ കുറേ ടൈമിൽ ഇങ്ങനെ ചവച്ചരയ്ക്കുന്ന ടൈമിൽ ഒരു മധുരം ഫീൽ ചെയ്യാറില്ലേ? സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ആണ്. ഇത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ ചോറിനത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നല്ലേ പറയുന്നത്, അത് സിമ്പിളായിട്ട് ഓർത്താൽ മതി. ആൻഡ് സെല്ലുലോസ്, നമ്മൾ പ്ലാന്റ്സിനകത്ത് കാണപ്പെടുന്ന സെല്ലുലോസ്, ഇതെല്ലാം എന്തിൻ്റെ വകഭേദങ്ങളാണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് ആൻഡ് സെല്ലുലോസ്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു സ്റ്റാർച്ച്. ഓക്കെ, ദെൻ ലിപ്പിഡ്സ്. ലിപ്പിഡ് എന്ന വാക്ക് എവിടെ കേട്ടാലും ഓർത്തോണം, റിലേറ്റഡ് ടു ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുന്നതും നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. അതിന് ആവശ്യമായ ബയോമോളിക്യൂളാണ് ഏത്? ലിപ്പിഡ്. ലിപ്പിഡ്സ് മാത്രമല്ല ഓയിൽസും വരുന്നുണ്ട്. നമ്മളെ ഫാറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് ഫാറ്റ്സും ഓയിൽസും. പിന്നീട് പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് നടക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നീളം വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ്, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ എക്സാമ്പിൾസാണ് ഹോർമോണുകൾ, എൻസൈമുകൾ, നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ്. പ്രോട്ടീൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡീസ്. ദെൻ ഫൈനലി ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡാണുള്ളത്, DNA-യും RNA-യും. നമ്മളിന്ന് പഠിച്ച ഇത്രയും ഭാഗം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളുമായി തുടർന്നുള്ള ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.